സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാമത് റാങ്ക് നേടിയ ശ്രീജയുടെ മുറിയിലെ വിഷൻ ബോർഡാണ് ഇപ്പോൾ താരം. ആത്മവിശ്വാസത്തോടെ ഒരു കാര്യം നേടിയെടുക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് എങ്കിൽ, അതിനൊപ്പം കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ നടക്കാത്തത് ഒന്നുമില്ല. എന്നും ശ്രീജ ഉറക്കമുണർന്നിരുന്നത് തന്റെ വിഷൻ ബോർഡ് കണ്ടാണ്. അതിൽ ശ്രീജ കുറിച്ചിരുന്ന വാചകങ്ങൾ ഇങ്ങനെ: 2026-ൽ IFS നേടും, വീടിന്റെ പണി പൂർത്തിയാക്കും, വിവാഹം കഴിക്കണം. ജോലി, വീട്, വിവാഹം, ഇതൊക്കെ ഒരു സാധാരണ മലയാളി യുവതിയുടെ സ്വപ്നങ്ങളാണ്. ഇത് മൂന്നും പക്ഷേ ശ്രീജ ഇപ്പോൾ സഫലമാക്കുമ്പോൾ ആ പേരിനൊപ്പം IAS എന്ന 3 അക്ഷരം കൂടിയുണ്ട്. അമ്മയുടെ കെട്ടുതാലിയുടെ വിലയാണ് ശ്രീജയുടെ IAS വിജയത്തിന്. കുടുംബം പുലർത്താൻ ചോര നീരാക്കി കൂലിപ്പണി ചെയ്ത അച്ഛൻ ജയകുമാർ, മകളെ പഠിപ്പിക്കാൻ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയ അമ്മ ഷീജാകുമാരി, പരാധീനതകളെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ ശ്രീജ 57ാം റാങ്ക് നേടി. ആനന്ദ കണ്ണീരടക്കാൻ സാധിച്ചില്ല ആ അച്ഛനും അമ്മയ്ക്കും. പഠനത്തിൽ ശ്രീജ വളരെ മിടുമിടുക്കിയാണ്. എന്ത് ത്യാഗം ചെയ്തും അതുകൊണ്ട് തന്നെ മകളെ പഠിപ്പിക്കാനൊരുങ്ങിയ അച്ഛനും അമ്മയ്ക്കും മകൾ നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനം. പണി തീരാത്ത വീട്ടിൽ വിഷൻ ബോർഡിൽ കുറിച്ചിട്ട ലക്ഷ്യത്തിലെത്താൻ ശ്രീജയ്ക്ക് ഇല്ലായ്മകൾ തടസ്സമായില്ല. കുട്ടിക്കാലം മുതലേ ഇന്ത്യൻ ഫോറിൻ സർവീസ് സ്വപ്നം കണ്ടിരുന്നു ശ്രീജ. ശ്രീജയുടെ തിരുവനന്തപുരം നരുവാമൂട് രോഹിണി ഭവൻ വീട്ടിലേക്ക് ആശംസാ പ്രവാഹമാണിപ്പോൾ. മകളുടെ പഠനം മുടങ്ങാതിരിക്കാൻ നിർമ്മാണ തൊഴിലാളിയായ ജയകുമാർ എന്ത് ജോലിയും ചെയ്തിരുന്നു. കിലോമീറ്ററുകൾ അകലെയുള്ള ആറ്റിങ്ങൽ വരെ സൈക്കിളിൽ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് ഈ അച്ഛൻ. മകളുടെ പഠനത്തിനായി ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ ഷീജകുമാരി പണയം വെച്ചു. കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തു, പലിശയ്ക്കും കടമെടുത്തു. ഈ മാസം 2-ാം തീയതിയായിരുന്നു ശ്രീജയുടെ പിറന്നാൾ. ജന്മദിന സമ്മാനം കൂടിയാവുകയാണ് ഈ റാങ്ക് നേട്ടം. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അമ്മ ഷീജയായിരുന്നു സ്കൂൾ കാലത്തെ ഗുരു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശ്രീജ PGക്ക് പഠിക്കുമ്പോൾ തന്നെ UGC നെറ്റ് നേടിയിരുന്നു. 2024 മെയ് മുതൽ സിവിൽ സർവീസ് ലക്ഷ്യമിട്ട് പഠനം തുടങ്ങി. സഹോദരൻ ജ്യോതിഷ് ചെന്നൈ ലയോള കോളേജിൽ 1-ാം വർഷ BSc വിദ്യാർത്ഥി. ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുമെന്ന് അച്ഛനും അമ്മയും പറയുമായിരുന്നു. വാശിയോടെ പഠിച്ചു. മാതാപിതാക്കളുടെ ആത്മവിശ്വാസം കരുത്തായി. സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്ക് നേടിയതോടെ ശ്രീജയുടെ പഠനമുറിയിലെ വിഷൻ ബോർഡ് വളരെയധികം ശ്രദ്ധ നേടുകയാണ്. കുട്ടിക്കാലം മുതലേ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ എത്തണമെന്നായിരുന്നു സ്വപ്നം. ആ ലക്ഷ്യം ഭിത്തിയിൽ ഒരു സ്റ്റിക്കി നോട്ടിൽ 2035 മുൻപ് നേടേണ്ട 3 ജീവിത ലക്ഷ്യങ്ങൾ എന്ന് എഴുതി വെച്ചിരുന്നു. ആത്മവിശ്വാസത്തോടെയുള്ള ആ കാത്തിരിപ്പ് യാഥാർത്ഥ്യമായി. ഇനി വീടുപണി ഉടൻ പൂർത്തിയാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ശ്രീജ. സിവിൽ സർവീസ് പരീക്ഷയുടെ ഇന്റർവ്യൂവിൽ ശ്രീജയ്ക്ക് നേരിടേണ്ടി വന്നത് ഗൗരവം നിറഞ്ഞ ചോദ്യങ്ങൾ മാത്രമായിരുന്നില്ല. ഇന്റർവ്യൂ ബോർഡിലെ ഒരു അംഗം തന്റെ മുന്നിലിരുന്ന് ചിപ്സ് ചൂണ്ടിക്കാണിച്ച് ഇതെന്താ ഇതിന് ഇത്ര സ്വാദ് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും രുചിയാകാം എന്ന് കൂളായി ശ്രീജയുടെ മറുപടി. ഇത് ബോർഡ് അംഗങ്ങളെ ചിരിപ്പിച്ചു. ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികൾ, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, അമേരിക്കൻ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിലൂടെയൊക്കെ ഇന്റർവ്യൂ കടന്നുപോയി. തികച്ചും സൗഹൃദപരമായിരുന്നു ആ ഇന്റർവ്യൂ എന്ന് ശ്രീജ പറയുന്നു. ഇന്റർവ്യൂ അവസാനിച്ചപ്പോൾ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സിലെ ഒരു ഡോക്യുമെന്ററി കാണാനുള്ള നിർദ്ദേശവും ബോർഡ് അംഗങ്ങൾ നൽകി. ന്യൂസ് ഡെസ്ക് കർബൻസ്.